യെസ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിലെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക. സോ വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, സോ ഒരു കമ്പനിക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്കറിയാം കുറച്ച് കറണ്ട് അസെറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ പിന്നീട് വരുമല്ലോ. ഓക്കെ, സോ ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഫണ്ട് നമ്മൾ മുമ്പേ കണ്ടെത്തേണ്ടതുണ്ട്. മനസ്സിലായോ? സോ ഇപ്പോൾ കറണ്ട് അസെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റോക്ക് അതേപോലെ ഡെറ്റേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ച് എമൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ കുറച്ച് എന്താ പറയുക, കറണ്ട് അസെറ്റ് ആയിട്ട് അവിടെ കുറച്ച് ബ്ലോക്ക് ആയിട്ടുള്ള കുറച്ച് എമൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രയും ഫണ്ട് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കംപ്ലീറ്റ് സെയിൽ ചെയ്യുന്നത് ക്യാഷ് സെയിലാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ല. പക്ഷേ ക്യാഷ് സെയിലിന് പകരം ഞാൻ ഫുള്ളി ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ അവിടെ ഡെറ്റേഴ്സ് വരും അല്ലേ. സോ ഡെറ്റേഴ്സ് വരുമ്പോൾ അത്രയും ഡെറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടായിരിക്കും ഞാൻ റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാം അല്ലേ. അതൊക്കെ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് കുറേ ക്യാഷ് ചിലവ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ ഡെറ്റേഴ്സ് ഞാനത് വിറ്റിട്ട് പിന്നെ അവരുടെ അടുത്തുനിന്ന് പൈസ കിട്ടുമ്പോൾ കുറച്ച് ടൈം ആവും, ചിലപ്പോൾ ഒരു മാസമൊക്കെ ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ആ ടൈം പീരിയഡ് ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനിയൊരു വാങ്ങിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ഫണ്ട് വേണം അല്ലേ. സോ ഇനീഷ്യലി നമ്മൾ കയ്യിൽ നിന്ന് ഫണ്ട് ഇറക്കിയാൽ മാത്രമേ ഇത് കാര്യമുള്ളൂ. ക്ലിയർ? സോ അങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് നോക്കുക. അതാണ് ടോട്ടൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വരിക. അപ്പോൾ അത്രയും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഉണ്ട്. സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ രണ്ട് രീതിയിലാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഒന്ന്, നമ്മുടെ കമ്പനി ന്യൂ കമ്പനി ആണെങ്കിൽ എങ്ങനെയാണെന്നും അതേപോലെ ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ടോട്ടൽ കറണ്ട് അസെറ്റ് എത്ര ഉണ്ടാവും എന്ന് നോക്കണം, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എത്ര ഉണ്ടാവും എന്ന് നോക്കണം. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ എന്തെങ്കിലും കുറച്ച് കണ്ടിജൻസീസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു 10% കണ്ടിജൻസി ചാൻസസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. സോ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയാണ് റിക്വയർമെൻ്റ് ഉള്ളതെന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ ഡയറക്റ്റ്ലി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, Anaja Limited, a newly formed company, has applied to a commercial bank for the first time for financing its working capital requirements. The following information is available about the projections for the current year. Okay, so this is a company. പുതിയ കമ്പനീനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. സോ ന്യൂലി ഫോംഡ് കമ്പനി, റൈറ്റ്? ന്യൂലി ഫോംഡ് കമ്പനി has applied to a commercial bank for the first time for financing its working capital. So working capital ഇത്രയാണ് ആവശ്യം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ബാങ്കിനെ കാണാൻ പോവാം. The following information is available about the projections for the current year. So current yearനെ പറ്റിയിട്ടുള്ള പ്രൊജക്ഷൻസ് ഇതൊക്കെയാണ്. Estimated level of activity 1,04,000 completed units of production plus 4,000 units of work in progress. So സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം 1,04,000 കംപ്ലീറ്റഡ് യൂണിറ്റ്സും, ഓക്കെ, സോ യൂണിറ്റ്സ് ഇത്രയും യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കി 4,000 യൂണിറ്റ്സ് നമ്മൾ വർക്കിംഗ് പ്രോഗ്രസ് ഒരു ഹാഫ് ഫിനിഷ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ എബോവ് ആക്ടിവിറ്റി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ്. സോ ബേസ്ഡ് ഓൺ ദിസ് അവർ എത്രയാണ് കോസ്റ്റ് ഒരു യൂണിറ്റിന് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽ 80 പെർ യൂണിറ്റ്, ഡയറക്റ്റ് വേജസ് 30 പെർ യൂണിറ്റ്, ഓവർ ഹെഡ്സ് 60 പെർ യൂണിറ്റ്, ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക 80 + 30 + 60 170. ഓക്കെ, സോ ഇതെല്ലാം കൂടി നമ്മൾ വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ഇസ് 200, സോ പ്രോഫിറ്റ് ഓഫ് 30. സോ ഇവിടെ കൃത്യമായിട്ട് ഇവർ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഡിപ്രിസിയേഷൻ്റെ പാർട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്, അപ്പോൾ നമ്മളെ ക്യാഷ് കോസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, റോ മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. സോ റോ മെറ്റീരിയൽസ് എത്രയാണ് സ്റ്റോക്കിൽ ഉണ്ടാവുക എന്നുള്ളത് അറിയണം അല്ലേ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണല്ലോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ശരി, അപ്പോൾ കറണ്ട് അസെറ്റിൽ ക്യാഷ് ഉണ്ടാവാം അല്ലേ, ഇൻവെൻട്രീസ് ഉണ്ടാവാം, ഡെറ്റേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ നമ്മൾ എത്രയാണ് ക്യാഷ് ബാക്കി, എത്രയാണ് റോ മെറ്റീരിയൽസ് ബാക്കി ഉണ്ടാവുക, എത്രയാണ് വർക്കിംഗ് പ്രോഗ്രസ് ബാക്കി ഉണ്ടാവുക, എത്രയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ബാക്കി ഉണ്ടാവുക, അതിനെ പറ്റിയ ഇൻഫോർമേഷൻ കിട്ടണം. സോ ഇവിടെ ഓൾറെഡി
ഇൻ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് 4000 യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ റോ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആവറേജ് 4 വീക്സ് കൺസംഷൻ. അപ്പം 4 ആഴ്ചയ്ക്ക് എത്രയാണ് കൺസംഷൻ വരുന്നത് അതെടുത്താൽ മതി. അതായത് ഒരു വർഷം 52 വീക്സ് ആണ് ഉള്ളതെങ്കിൽ 4 വീക്കിലേക്കുള്ള കൺസംഷൻ എത്രയാണോ അത്രയാണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. വർക്കിംഗ് പ്രോഗ്രസ് അവർ പ്രത്യേകിച്ചിട്ട് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കൺവേർഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട് 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, പക്ഷേ മെറ്റീരിയൽ നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ എത്ര മെറ്റീരിയൽ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു, പക്ഷേ കൺവേർഷൻ കോസ്റ്റ് ലൈക്ക് ഡയറക്റ്റ് വേജസ് ആൻഡ് ഓവർ ഹെഡ് ഇതൊക്കെ കുറച്ച് 50% മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ സ്റ്റോക്ക് 8000 യൂണിറ്റ്. സോ ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാണ് 8000 യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ. സോ അത്രയാണ് ബാക്കിയുള്ളത്. So credit allowed by the suppliers is 4 weeks, debtors in 8 weeks, wages payment is 1.5 weeks, cash at bank. So ബാങ്കിൽ ക്യാഷ് എത്ര വേണം 25,000 യൂണിറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്യൂം ദാറ്റ് പ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ യൂണിഫോം ബേസിസ് ആണ് നടക്കുന്നത്. വേജസ് ആൻഡ് ഓവർ ഹെഡ്സ് ഓൾസോ സിമിലർ ആയിട്ട് ത്രൂ ഔട്ട് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. എല്ലാ സെയിലും ക്രെഡിറ്റ് സെയിൽ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ? ഓക്കെ. സോ മക്കളെ നോക്ക്, ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ് കറണ്ട് അസറ്റുകൾ എന്നല്ലേ അറിയേണ്ടത്. ശരി, കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാഷ് ഉണ്ട്, ക്യാഷിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻവെന്ററീസ് എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽസ് ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട് അല്ലേ. യെസ്, ഡെറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് എത്രയാണ് വരിക എന്നുള്ളത് നോക്കണം. ക്ലിയർ ആണോ? യെസ്, ഡെറ്റേഴ്സ് ക്ലിയർ ആണ്. ശരി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ക്രെഡിറ്റേഴ്സ് എത്രയാണ്, വേജസ് എത്രയാണ്, പേയ്മെൻറ്റുകൾ. സോ ആ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ. സോ 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് പോവാം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ക്യാഷ് ഓൾറെഡി തന്നിട്ടുള്ളത് ഇവർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രീസ് പാർട്ടാണ്, പിന്നെ ഡെറ്റേഴ്സും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വർക്കിംഗ് കാണിച്ചു തരാം. ശ്രദ്ധിക്കും മക്കളെ. നമുക്ക് എത്രയാണ് ഇവിടെ പർച്ചേസ് ചെയ്തതെന്ന് അറിയണം. ഓക്കെ, പർച്ചേസ് ചെയ്തതിൽ എത്ര നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്തു, എത്ര വർക്കിംഗ് പ്രോഗ്രസ് ആയി, എത്ര പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സോ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് എത്ര വിറ്റു, എത്ര ബാക്കിയുണ്ട്. സോ അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. സോ ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 1,04,000 യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് അല്ലേ. സോ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഹൗ മച്ച് 1,04,000. സെറ്റാണോ? ഓക്കെ. വർക്കിംഗ് പ്രോഗ്രസ് എത്രയുണ്ട്? 4,000 യൂണിറ്റ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ടുണ്ട്. സോ ഞാൻ ആ പോയിന്റ്സ് ഓരോന്നായിട്ട് മെൻഷൻ ചെയ്യാം, നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടും. ശ്രദ്ധിച്ചു കേട്ടോ. സി കംപ്ലീറ്റഡ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവർ പറഞ്ഞു നമ്മൾ 1,04,000 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സോ വർക്കിംഗ് പ്രോഗ്രസ്, ദ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് ഇവർ പറഞ്ഞത് എത്രയാ? 4,000 യൂണിറ്റ് ആണ് ക്ലോസ് ചെയ്തത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ടോട്ടലി ഓക്കെ എത്ര യൂണിറ്റ്സ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്തത്. കംപ്ലീറ്റ് അല്ല, എത്രയാണ് കൺസ്യൂം ചെയ്തത് അല്ലേ. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്ക്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷം ഓക്കെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് 1,04,000, ഓപ്പണിങ്ങിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ക്ലോസിങ്ങിൽ 4,000 വേണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ പ്ലസ് ക്ലോസിങ് മൈനസ് ഓപ്പണിംഗ് എന്നിട്ടാൽ പോരെ അല്ലേ. യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1,08,000 യൂണിറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്ത് കൺസ്യൂം ചെയ്തത്. ക്ലിയർ ആണോ? സോ റോ മെറ്റീരിയൽ ടോട്ടൽ നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്തത് 1,08,000 ആണ്. ആൻഡ് അതിൽ 1,04,000 ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു, 4,000 പിന്നെയും ബാക്കി വന്നു. സെറ്റാണോ? ഓക്കെ, ക്ലിയർ അല്ലേ? സോ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് 1,08,000 അല്ലേ. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൺസ്യൂം ചെയ്തതിൻ്റെ 4 വീക്കിൻ്റെ പോർഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത് റോ മെറ്റീരിയൽ സ്റ്റോക്കിലുള്ളതെന്ന് അല്ലേ. സോ ക്ലോസിങ് റോ മെറ്റീരിയൽ എത്രയാ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ എത്രയാണോ കൺസ്യൂം ചെയ്തത് അത്രയും റോ മെറ്റീരിയലിൻ്റെ 4/52 എന്ന പോർഷനാണ്. ക്ലിയർ ആണോ? സെറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് 1,08,000
ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 4. യെസ്, എത്രയാണ് കിട്ടുക? 830 7.69. സോ അപ്രോക്സിമേറ്റ്ലി ഇത്രയും യൂണിറ്റ്സ് ആണെന്നുള്ള രീതിയിൽ എടുക്കുക. സെറ്റാണോ? 8307.69 എന്ന രീതിയിൽ എടുക്കുക. ക്ലിയർ? അപ്പോൾ മക്കളെ, അങ്ങനെയാണെങ്കിൽ എത്രയാണ് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക? പറ. റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്. നോക്ക്, നമ്മൾ ഇത്രയും കൺസ്യൂം ചെയ്തു അല്ലേ, ഇത്രയും ബാക്കി വന്നു. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടലി 1,16,307.69 യൂണിറ്റ് പർച്ചേസ് ചെയ്യേണ്ടേ? ക്ലിയർ ആണോ? ഇത്രയും യൂണിറ്റ്സ് പർച്ചേസ് ചെയ്താലല്ലേ എനിക്ക് ഇത്രയും ഐറ്റംസ് ബാക്കി വെച്ച് ഇത്രയും കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൽ കൺസ്യൂം ചെയ്തതിൽ 1,04,000 കംപ്ലീറ്റ് ചെയ്തിട്ട് 4,000 ബാക്കി വെക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യം. എടാ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കാര്യം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എത്രയാന്ന് പറഞ്ഞേ? ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് എത്രയാ? യെസ്, ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ആസ് 8,000 യൂണിറ്റ്സ്. സോ ക്വസ്റ്റ്യനിൽ ഓൾറെഡി അവർ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എത്രയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ, ടോട്ടലി നമ്മൾ ഇത്ര പർച്ചേസ് ചെയ്തു അല്ലേ, അതിൽ ഇത് യൂസ് ചെയ്തു, ഇത് ബാക്കി വന്നു. 1,08,000 യൂസ് ചെയ്തതിൽ 1,04,000 കംപ്ലീറ്റ് ചെയ്തു, 4,000 ബാക്കിയോ. 4,000 പകുതി കംപ്ലീറ്റ്. 1,04,000 ഫുള്ളി കംപ്ലീറ്റഡ് ആയതിൽ നമ്മൾ 8,000 ബാക്കി വരണമെങ്കിൽ എത്രയായിരിക്കും യൂണിറ്റ്സ് സോൾഡ്? നമ്മൾ വിറ്റ യൂണിറ്റ്സ് എത്രയായിരിക്കും? നോക്ക്, ഇവിടെ 1,04,000 അല്ലേ കംപ്ലീറ്റ് ചെയ്ത്, 8,000 യൂണിറ്റ്സ് ക്ലോസിങ്ങിലില്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വിറ്റിട്ടുണ്ടാവുക? ബാക്കി വരുന്ന 96,000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെയിൽ ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ശരി, സെറ്റാണ്. അപ്പോൾ നമ്മൾ വിറ്റ യൂണിറ്റ്സും ക്ലിയർ ആണ്, 96,000 യൂണിറ്റ്സ് അല്ലേ? ശരി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇതുവരെ എന്തെങ്കിലും? ഇല്ല. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ അവിടത്തേക്ക് തന്നെ പറയാം മക്കളെ. നോക്ക്, നമുക്ക് ഈ പറഞ്ഞ ഡെപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 8 വീക്കാണ് അല്ലേ. സോ 8 വീക്കിലേക്ക് എത്രയാണ് സെയിൽ വന്നതെന്നൊന്ന് നോക്കാം. സോ എത്ര യൂണിറ്റ്സിന്റെ പോർഷൻ ആയിരിക്കും പെൻഡിങ് ഉണ്ടാവുക എന്ന് മനസ്സിലാവുമല്ലോ അല്ലേ? യെസ്. സോ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സിന് വരുന്ന എത്ര യൂണിറ്റ്സ് ആയിരിക്കും? ആ 8/52 ആയിരിക്കും. ക്ലിയർ? സോ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുള്ളി എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. അങ്ങനെയാണോ? അങ്ങനെ ചെയ്യാം അല്ലേ? വെരി ഗുഡ്. സോ നോക്ക്, ഹെഡിങ് കൊടുത്തു എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം കറണ്ട് അസറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലേ? കറണ്ട് അസറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. സോ കറണ്ട് അസറ്റിൽ ക്യാഷ് ഓൾറെഡി ദേ ഹാവ് ഗിവൺ യു, ഇറ്റ് ഈസ് 25,000. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് ഇൻവെൻട്രീസിലോട്ടാണ് പോകുന്നത് അല്ലേ? ഇൻവെൻട്രീസ്. സോ ഇൻവെൻട്രീസിൽ ലെറ്റ്സ് ലുക്ക് വൺ ബൈ വൺ. റോ മെറ്റീരിയൽ ഉണ്ട് അല്ലേ? റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. പിന്നെ അടുത്തത് എന്താ വരുന്നത്? ഡെറ്റേഴ്സ്. ക്ലിയർ? മക്കളെ, റോ മെറ്റീരിയൽ സ്റ്റോക്ക് എത്രയാണ് ബാക്കി ഉണ്ടാവുക എന്ന് പറഞ്ഞേ? സി, ക്ലോസിംഗ് റോ മെറ്റീരിയൽ എത്രയാണ് എന്നാ പറഞ്ഞേ? യെസ്, നമ്മൾ കൺസ്യൂം ചെയ്തതിൻ്റെ യെസ് ഇത്രയും പോർഷൻ അല്ലേ. സോ 8307.69 യൂണിറ്റ്സ് ആയിരിക്കും വരിക റോ മെറ്റീരിയൽ. ക്ലിയർ ആണോ? 8307.69. Clear? Okay. WIP they have given you it's 4,000 units. Finished goods they have given you 8,000 units. ഇതെല്ലാം യൂണിറ്റിലാണ് അല്ലേ? ക്ലിയർ ആണ് മക്കളെ? ഇതിനൊക്കെ എത്രയാണ് പ്രൈസ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. സോ
8307 യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ബാക്കി വരുന്നെങ്കിൽ അത്രയും റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്രയാ? റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ഇസ് ഗിവൺ 80 അല്ലേ? സോ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എത്ര എടുക്കണ്ടേ? വി ഷുഡ് ടേക്ക് 80. ക്ലിയർ ആണോ? ഓക്കെ. വർക്കിംഗ് പ്രോഗ്രസിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞത് നിങ്ങൾ റോ മെറ്റീരിയൽ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തോളൂ, ബാക്കി രണ്ടും ഡയറക്റ്റ് വേജസും ഓവർ ഹെഡ്സും 50% മാത്രം എടുക്കാന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ 80യുടെ കൂടെ ഈ പറഞ്ഞ 90യുടെ 50% അല്ലേ? എടാ ഡയറക്റ്റ് വേജസ് 15 എടുക്കുള്ളൂ, ഓവർ ഹെഡ് 30 എടുക്കുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നോക്കാം, ശ്രദ്ധിച്ചു കേട്ടോ, വർക്കിംഗ് പ്രോഗ്രസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ എടുക്കും. ക്ലിയർ ആണോ? റോ മെറ്റീരിയൽ എടുക്കണം. അതേപോലെ ഒരു മിനിറ്റ്, കുറച്ച് ഇങ്ങോട്ടാക്കാം. യെസ്, റോ മെറ്റീരിയൽ എടുക്കാം പ്ലസ് നമ്മൾ 15 റുപ്പീസിന്റെ വേജസ് എടുക്കും, അതേപോലെ 30 റുപ്പീസിന്റെ ഓവർ ഹെഡ് കൊടുക്കണം. ക്ലിയർ അല്ലേ? പക്ഷെ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ നമുക്ക് എല്ലാ ചെലവും വരൂടാ. 80 പ്ലസ് 30 പ്ലസ് ടോട്ടൽ എത്രയാ? 60. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ക്ലിയർ ആണോ? യെസ്. ഇതിന് ഓരോന്നായിട്ട് വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റു 80 8307.69 into 80. So almost 6,64,615. 125 into 4,000. 5 lakh. 80 plus 30 plus 60. 170 into 13 lakh 60,000. ക്ലിയർ ആണോ? സോ ഇത്രയാണ് നമുക്ക് വരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ ആൻഡ് WIPയുടെ എമൗണ്ട്. ക്ലിയർ അല്ലേ? സോ ഫൈനൽ ക്ലോസിങ്ങിൽ ഉണ്ടാവുന്ന റോ മെറ്റീരിയൽസും WIPയും ഫിനിഷ്ഡ് ഗുഡ്സും അതിൻ്റെ വാല്യൂസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സെറ്റ് ആണോ? ക്ലിയർ ആണോ? വെരി ഗുഡ്. ഇനി ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. ഇനി അടുത്തത് നോക്കൂ മക്കളെ, നമ്മൾ 96,000 യൂണിറ്റ്സ് അല്ലേ സെല്ല് ചെയ്തേ? അതെ. അപ്പോൾ സെല്ല് ചെയ്യുന്നത് 96,000 യൂണിറ്റ്സ് ആണ്. ക്ലിയർ. അപ്പോൾ അത്രയും യൂണിറ്റ്സിന് നമുക്ക് വരുന്ന ചെലവ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓവർ ഹെഡ്സ് വരെ എടുത്തല്ലോ. ഓക്കെ. അതിന് കൂടെ കൂടി എടുക്കണം. നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും കൂടി എടുക്കണം. സോ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്നാണ് തോന്നുന്നത്. ഇല്ല, ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഓവർ ഹെഡ്സ് ആയിട്ട് എടുത്തത് ഇതൊക്കെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഓക്കെ. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് അല്ലാണ്ട് എക്സ്ട്രാ. ഓക്കെ. സോ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഓവർ ഹെഡ് എന്ന രീതിയിൽ നമ്മൾ എന്തെടുക്കണം? ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ? കോസ്റ്റിംഗിൽ ക്ലിയർ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്ന സബ്ജക്ട് ടോപ്പിക്കാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂടി ഉണ്ടെങ്കിൽ അത് എടുക്കണം. സോ പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ടോട്ടൽ എത്ര വരുന്നത്? 170. എത്ര വീക്കിലേക്കുള്ള പോർഷൻ ആണ് പെൻഡിങ് വരുന്നത്? 8 വീക്സ്. സോ ഡെറ്റേഴ്സ് വിൽ ബി 56,000 into 170. So 96,000 into 170 into 8 by 52. So answer is 25,10,769. Clear ആണോ? ക്ലിയർ ആണോ? യെസ്. സെറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് കണ്ടുപിടിച്ചു മക്കളെ. സെറ്റാണ്. ക്യാഷ് ഗിവൺ ആണ് അല്ലെ? ഇൻവെന്ററീസ് 3 കണ്ടുപിടിച്ചു. അതേപോലെ ഡെറ്റേഴ്സ്. വേറെ എന്തെങ്കിലും അസറ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. കറണ്ട് അസറ്റിൽ ഇല്ല. ഇനി ശരിക്കും ഇപ്പോൾ നമ്മൾ പിന്നീട് ഡയറക്റ്റ് വേജസും ഓവർ ഹെഡിന് പേയ്മെന്റ് നടത്താനുണ്ട്. അതിനെ പറ്റിയിട്ടും ക്രെഡിറ്റേഴ്സിന്റെ കാര്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ടോപ്പിക് നമുക്ക് ക്ലിയർ ആക്കാം. സെറ്റാണോ? ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ എത്രയാ? ഇത് 3 എല്ലാം കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്യോ. 25,000 പ്ലസ് 664,615 പ്ലസ് 5 lakh plus 1360,000 plus 2510,769 50 lakh 60,384. യെസ്, ഇതാണ് നമ്മുടെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റീസും കൂടി അറിയണം. കറണ്ട് ലയബിലിറ്റീസ് എത്രയാണെന്ന് അറിയണം അല്ലേ? സോ കറണ്ട് ലയബിലിറ്റീസ് ആക്ച്വലി നമുക്ക് ഇവിടെ വേണ്ടത് ഒന്ന് ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ? സോ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ്, പിന്നെ വേജസ് എത്രയാണ് പെൻഡിങ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങും ക്ലിയർലി, പിന്നെ വരുന്നത് ഓവർ ഹെഡിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങും. ഓക്കെ, നോക്ക് മക്കളെ, ക്രെഡിറ്റേഴ്സ് എപ്പോഴും എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എത്രയാണ് പർച്ചേസ് ചെയ്തതെന്ന് അറിയണം. ഇവിടെ നോക്ക്, റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്തത് എത്രയാണ്? 1,16,307.69 അല്ലേ? 1,16,307.69. സോ ഇത്രയും യൂണിറ്റ്സ് നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്? 80 രൂപ കൊടുത്തിട്ടല്ലേ വാങ്ങിച്ചത്? സോ 80 രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ the total purchase will be 9,304,615 അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടിയോ? ക്ലിയർ ആണോ? യെസ്. സോ 116, ഒരു മിനിറ്റ് ഞാനത് എഴുതാം, 1,16,307.69. ഓക്കെ, 1,16,000, ഒരു മിനിറ്റ്, 1,16,307.69. ഓക്കെ, സോ ഇത്രയും യൂണിറ്റ്സ് നമ്മൾ 80 രൂപ പോലെ വാങ്ങിച്ചു. സോ ഇതാണ് ടോട്ടൽ പർച്ചേസസ് വരുന്നത്. അപ്പോൾ ഈ പർച്ചേസസ് ഫുള്ളി ക്രെഡിറ്റ് പർച്ചേസസ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ ആ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസിൻ്റെ എത്ര മാസത്തെ പോർഷനാ? 4 ആഴ്ചയിലെ പോർഷനാണ് ഇവിടെ പെൻഡിങ് വരിക അല്ലേ? സോ 4 weeks പോർഷൻ ഈസ് പെൻഡിങ്. സോ അങ്ങനെയാണെങ്കിൽ 4 weeksൻ്റെ പോർഷൻ എടുക്കുക ഇൻറ്റു 4/52. സോ ഇൻറ്റു 4/52. So answer 7,15,740. Okay, 39.63 or 40 approximately. Clear? Yes. ഇനി ഇതേപോലെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. സോ വേജസ് നമുക്ക് ടോട്ടൽ എത്ര വേജസ് വന്നതെന്ന് അറിയണം അല്ലേ? നോക്കൂ മക്കളെ, വേജസ് ഇവിടെ പറയുന്നത് എത്രയാ? വേജസ് പറയുന്നത് ഒരു കംപ്ലീറ്റഡ് യൂണിറ്റ്സിന് 30ഉം നോട്ട് കംപ്ലീറ്റഡ് യൂണിറ്റ്സിന് 15ഉമാണ് അല്ലേ? യെസ്. നമ്മൾ ടോട്ടലി 1,04,000 കംപ്ലീറ്റഡും 4,000 ക്ലോസിങ്ങും മീൻസ് നോട്ട് കംപ്ലീറ്റഡ് യൂണിറ്റ്സ് യൂസ് ചെയ്തു അല്ലേ? സോ ഇതിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ 1,04,000 കംപ്ലീറ്റഡ് യൂണിറ്റ്സിന് നിങ്ങൾ 30 രൂപ ചെലവിട്ടിട്ടുണ്ട്. പക്ഷേ 4,000 അൺകംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റഡ് യൂണിറ്റ്സിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4,000 ഇൻറ്റു 15 രൂപയാണ് സ്പെൻഡ് ചെയ്തത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ടോട്ടൽ വേജസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? 1,04,000 പ്ലസ് ഇൻറ്റു 30 പ്ലസ് 4,000 ഇൻറ്റു 15 എന്ന രീതിയിൽ എടുക്കുക. സോ യു വിൽ ഗെറ്റ് ആൻസർ 31,80,000. അപ്പോൾ അത് നമ്മൾ 1.5 ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. നമ്മൾ 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് എടുത്തത്. സോ 1.5 ആഴ്ചയുടെ പോർഷൻ എന്ന് പറഞ്ഞാൽ യെസ് യു വിൽ ഗെറ്റ് 91,731. ക്ലിയർ? സെറ്റ്. ഇനി മക്കളെ ഇതേപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഏത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓവർ ഹെഡ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന്. ഓവർ ഹെഡ് ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ അവർ തന്നത് 60 പെർ യൂണിറ്റാണ്. അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ? 1,04,000 യൂണിറ്റ്സിന് എത്രയാ?
60 റുപ്പീസും 4000 യൂണിറ്റ്സിന് നമ്മൾ 60 ഫുള്ള് വരില്ല, അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 30 റുപ്പീസും വരാം. ഓക്കെ, സോ ഇതും ഇവർ എത്ര ടൈം പീരീഡ് എടുക്കുന്നുണ്ട്, ഓവർ ഹെഡ്സിന്റെ പേയ്മെന്റിനുള്ള ടൈം പീരീഡ് എടുക്കുന്നുണ്ടോ നോക്കാം. യെസ്, ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് വേജസ് 1.5 വീക്സ്. ലാഗ് ഇൻ പേയ്മെന്റ് ഓഫ് ഓവർ ഹെഡ് തന്നിട്ടില്ല. ഓവർ ഹെഡ് ഇവിടെ തന്നിട്ടില്ലല്ലോ, ഇല്ല, വേജസിനെ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇത് അക്രൂ ചെയ്യുന്ന സിമിലർ ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവിടെ അസംഷനിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഒന്നെങ്കിൽ ഓവർ ഹെഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇല്ല, അല്ലെങ്കിൽ ഓവർ ഹെഡ് ഔട്ട്സ്റ്റാൻഡിങ്ങും വേജസ് പോലെ തന്നെ 1.5 ആഴ്ചയാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഓവർ ഹെഡൊക്കെ വരുന്ന പേയ്മെന്റ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ അന്നെന്നുള്ളത് അന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടെ പെൻഡിങ് ഒന്നും വരില്ല, അല്ലേ? സോ ഓവർ ഹെഡ് ഇല്ല എന്നുള്ള അസംഷനും പോസിബിൾ ആണ്, ഓവർ ഹെഡ് ഉണ്ട് അതും വേജസ് പോലെ തന്നെയാണ് എന്നുള്ള അസംഷൻ എടുക്കുക. ഇപ്പോൾ വേജസ് പോലെ തന്നെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കേണ്ടി വരും, ഇതെടുക്കേണ്ടി വരും. ഇപ്പോൾ നോക്കാം മക്കളെ, ശ്രദ്ധിച്ചോ, ഞാൻ 1,04,000 ഇൻറ്റു 60 പ്ലസ് 4,000 ഇൻറ്റു 30, 1 lakh ഇൻറ്റു 60, ഓക്കെ, ഇൻറ്റു 1.5 ബൈ 52. സോ ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുന്നത് 1,83,462 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് അസംഷൻസ് ആണ് പോസിബിൾ. ഓക്കെ അല്ലേ? ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹെഡ്സിന്റെ ലാഗ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഓവർ ഹെഡ്സിന് ലാഗ് ഇല്ല എന്നും നമ്മൾ കറക്റ്റായിട്ട് ടൈമിൽ പേയ്മെന്റ് നടത്തുന്നുള്ളതാണ്. അപ്പം അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തെടുക്കേണ്ടി വരും, ഓവർ ഹെഡ്സ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓവർ ഹെഡ്സും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ്. ഓക്കെ, അപ്പോൾ വേജസ് പോലെ തന്നെ അത്രയും പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഇതെടുക്കാം. ഓക്കെ അല്ലേ? സോ നമ്മളിപ്പോൾ ICAയുടെ മെറ്റീരിയലിലുള്ള അസംഷൻ ആയിട്ട് അവരെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓവർ ഹെഡ്സിനെ പറ്റിയിട്ട് പറയാത്തതുകൊണ്ട് അത് എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഓർ വേജസ് പോലെ തന്നെ ഓവർ ഹെഡിനെയും കൺസിഡർ ചെയ്യാം. എന്നിട്ട് അസംഷൻ കൊടുക്കണം, വേജസിൽ ലാഗ് ഉള്ള പോലെ ഓവർ ഹെഡിനും ലാഗ് ഉണ്ട് എന്ന അസംഷനിലാണ് ആൻസർ ചെയ്തത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഓവർ ഹെഡ്സ് ഇല്ല എന്നാണെങ്കിൽ ഡോണ്ട് ടേക്ക് ദിസ്. ഓവർ ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കണം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ അല്ലേ? സോ അസംഷൻ കൊടുക്കുന്ന പോലെ ഇരിക്കണം. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താ അസംഷൻ കൊടുത്തേ, assumption no lag in overhead. ഓവർഹെഡ് പേയ്മെന്റിൽ ലാഗ് ഇല്ല. ഓക്കെ, സോ നോക്കൂ മക്കളെ, നമുക്കിപ്പോൾ കറന്റ് ലയബിലിറ്റീസിന്റെ ടോട്ടൽ വരുന്നത് 715,740 പ്ലസ് 91731. സോ 8,07,471. ഓക്കെ, പിന്നെ ഇത് രണ്ട് ഡിഫറൻസ് എടുക്കുക, -50,60384. സോ ആൻസർ 42,52,913. ഇതാണ് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഓക്കെ, ഇവിടെ നമുക്ക് ചിലപ്പോൾ കണ്ടിജൻസീസ് തരാം. ഓക്കെ, സോ കണ്ടിജൻസി മീൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഓരോ അസറ്റും ലയബിലിറ്റി ഒക്കെ വരാമല്ലോ. സോ അങ്ങനെ ഒരു വേരിയേഷൻ കാരണം നമുക്കൊരു 10% കണ്ടിജൻസി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10% ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ചില ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഇതിൻ്റെ കൂടെ 10% ആഡ് ചെയ്യണം എന്ന രീതിയിലാണ് പറയുക. കണ്ടിജൻസി 10% ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഈ 42,52,913 മുകളിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ റെയർലി ഇൻ എക്സാം ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുള്ളത് 10% ഓഫ് നിങ്ങൾ ലാസ്റ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ 10% ആയിരിക്കണം കണ്ടിജൻസി എന്ന രീതിയിൽ എടുക്കണം. അതായത് ഒരു ഇൻക്ലൂസീവ് ബേസിസിൽ 10% എടുക്കണം എന്ന് പറയാം. ഓക്കെ അല്ലേ? സി, അതായത് മക്കളെ നോക്കിക്കോ, ശ്രദ്ധിച്ചു കേട്ടോ, പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങൾ 42,52,913 കണ്ടുപിടിച്ചു. നിങ്ങളോട് പറയുന്നു കണ്ടിജൻസി എന്ന് പറഞ്ഞിട്ട് ഒരു 10% ആഡ് ചെയ്യാൻ പറഞ്ഞു.
ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ 10% എടുക്കുക. സോ ആൻസർ 4,25,291 അല്ലേ? സോ ഇത് ആഡ് ചെയ്യുമ്പോൾ you will get 46,78,204. ക്ലിയർ അല്ലേ? ഓക്കെ. പക്ഷെ ചില സമയത്ത് ഇവർ പറയും 4,25,2,913 ഉണ്ട്. നിങ്ങൾ ഇവിടെ എടുക്കുന്ന ഒരു കണ്ടിജൻസി ഉണ്ടല്ലോ, ദാറ്റ് ഷുഡ് ബി 10% ഓഫ് ദ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ദാറ്റ് എമൗണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നിങ്ങൾ എടുക്കുന്നത് എന്താണോ, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എടുക്കുന്നത് 10% ഓഫ് എക്സ് ആയിരിക്കണം. സോ 0.1 എക്സ് എന്ന രീതിയിലായിരിക്കണം. സോ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന ഓൾറെഡി കിട്ടിയതുണ്ടല്ലോ, അത് ടോട്ടലിൻ്റെ 90% ആയിരിക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾ ഫസ്റ്റ് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുക. എങ്ങനെ? 42,52,913 ഡിവൈഡഡ് ബൈ 90% എന്ന് അടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ 42,52,913 ഡിവൈഡഡ് ബൈ 90%. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും നോക്കാം. സോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഈസ് 4725,459. ഇനി നിങ്ങൾ ഇതും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 472,545 or 56 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, 46. ഓക്കെ, സോ ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ച മക്കളെ, ഒന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ജസ്റ്റ് കണ്ടിജൻസീസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് 10%. രണ്ടാമത്തത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ദാറ്റ് കണ്ടിജൻസിയുടെ മുകളിൽ 10% കണ്ടിജൻസി വരുന്ന പോലെ വേണം. സോ ഇവിടെ കണ്ടോ 10% ഇതിൻ്റെ മുകളിൽ, ഇവിടെ വരുന്നതൊക്കെ ഈ താഴെയുള്ളതിൻ്റെ മുകളിലാണ് 10% വരുന്നത്. സോ ആ ഒരു രീതി ഓഫ് കാൽക്കുലേഷൻ എക്സ്പെക്ട് ചെയ്യാം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞതിന് മുമ്പത്തെ എക്സാമിനുള്ള ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതിന് മുമ്പുള്ള ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ.